നവകേരളം കിഫ്ബിയിലൂടെ. വയനാടിന്റെ വികസന സ്വപ്നങ്ങൾ കിഫ്ബി വഴി യാഥാർത്ഥ്യമാകുന്നു. മാനന്തവാടി മണ്ഡലത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം മേഖലകളിലാണ് കൂടുതൽ തുക വകയിരുത്തിയത്. വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കുന്നതിനൊപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിലും പ്രത്യേകം ശ്രദ്ധ നൽകിയിരിക്കുകയാണ്. വയനാട് മാനന്തവാടി ജനതയുടെ വികസന സ്വപ്നങ്ങൾ കിഫ്ബി പദ്ധതി വഴി യാഥാർത്ഥ്യമാകുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലാണ് ഇവിടെ കൂടുതലും കിഫ്ബി ഫണ്ട് ചെലവിട്ട വികസന പദ്ധതികൾ നടപ്പിലാക്കിയത്. മാനന്തവാടി മണ്ഡലത്തിലെ സ്കൂളുകൾ ഹൈടെക്കായി ഉയർത്തി എന്നതാണ് കിഫ്ബി പദ്ധതി കൊണ്ടുണ്ടായ പ്രധാന നേട്ടം. പെരിയ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപയാണ് ചെലവിട്ടത്. തരുവണ ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടം നിർമ്മിച്ചതും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തന്നെ. വെള്ളമുണ്ട GMHSന് 3 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മാനന്തവാടി UPSനും തലപ്പുഴ ഗവൺമെന്റ് UPSനും കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ 2 കോടി രൂപ വീതം കിഫ്ബി ഫണ്ടിൽ നിന്ന് സഹായം ലഭിച്ചു. 5 കോടി രൂപ ചെലവിട്ടാണ് മാനന്തവാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ എന്ന പോലെ റോഡ് വികസനത്തിലും മാനന്തവാടിക്ക് കിഫ്ബി ഒരു അനുഗ്രഹമായി. കിഫ്ബി ഫണ്ടിൽ നിന്ന് 16 കോടി രൂപ ചെലവിട്ടാണ് മാനന്തവാടി പക്രംതളം റോഡ് നവീകരിച്ചത്. മാനന്തവാടി കൈതക്കൽ റോഡാകട്ടെ കിഫ്ബി ഫണ്ടിൽ നിന്ന് 45.55 കോടി രൂപ ചെലവിട്ടാണ് നവീകരിച്ചത്. മാനന്തവാടിയുടെ ആരോഗ്യമേഖലയിലും കിഫ്ബി പദ്ധതികൾ സ്വാധീനം ചെലുത്തി. ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ വികസനത്തിന് 1.69 കോടി രൂപയാണ് ചെലവിട്ടത്. നല്ലൂർനാട് ക്യാൻസർ സെന്ററിന് ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കി. കുടിവെള്ള സംസ്കരണ പദ്ധതിക്കായി കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് 1.22 കോടി രൂപ മുടക്കി നിർമ്മിച്ച മാനന്തവാടി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടവും കിഫ്ബി പദ്ധതി പ്രകാരമാണ് പൂർത്തിയാക്കിയത്. മാനന്തവാടിയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ കിഫ്ബി വഹിച്ച പങ്ക് ഏറെ വലുതാണ്.